ഇതാണ് നമ്മുടെ കമ്പനി ഹൗസ്. അതായത് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാം, തിരുവനന്തപുരത്തുള്ള കമ്പനി ഹൗസാണ്. അപ്പം ഞാനിന്നൊരു സീരിയലിൻ്റെ ഒരു ഫൈറ്റിന് വേണ്ടി വന്നു. ഞാൻ വിചാരിച്ച ഒരു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. ഭയങ്കര രസമാണ് കാണാൻ. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാലേ, കല്ലാണ് ഇതിൻ്റെ കൂടെ മെയിനായിട്ട്. എല്ലാ ഏരിയയിലും കരിങ്കല്ലിൻ്റെ കൊത്തുപണി അടുക്കി വയ്ക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമാണ് ഇതൊരു ഏരിയ. അപ്പോൾ ഇന്ന് ഇവിടെ ഷൂട്ടുണ്ട്, ഒരു സീരിയലിൻ്റെ ഷൂട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹിന്ദി സിനിമയ്ക്ക് വന്നിരുന്നുണ്ട് കേട്ടോ. ആ പടത്തിന് വരുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര നല്ല രസമായിട്ട്, ഇതിനേക്കാളും പൂക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വയലറ്റ് കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് വന്ന് നോക്കിയിട്ട് ഇപ്പോൾ കാണാനില്ല, കുറച്ച് കാലമായി. ഇതെല്ലാം ഇവിടുത്തെ ഒരു കമ്പനി ഹൗസിൻ്റെ ഗാർഡനാണ്. വളരെ ഭംഗിയായിട്ട് ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാൻ വരാറുണ്ട് കേട്ടോ. ഷോർട്ട് ഫിലിം, പിന്നെ ആൽബം ഷൂട്ട് ചെയ്യാൻ വരാറുണ്ട്. ഒരുപാട് വർക്ക് ഇവിടെ എന്നും ഷൂട്ട് തന്നെ. ഇത് ഒരു ഏരിയ കേട്ടോ ഈ വീടിൻ്റെ. എനിക്കിത് എത്ര ഏക്കർ ഉണ്ടെന്നോ എത്ര സെൻറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ ആടുന്ന് ചോദിക്കാനും പോയില്ല, കാരണം എല്ലാവരും തിരക്കിൽ. എനിക്കിനി ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ വർക്ക്. അപ്പം ഞാൻ കരുതി എങ്കിൽ കമ്പനി ഹൗസിനെ പറ്റിയൊരു വീഡിയോ എടുക്കാം. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡല്ല, 3 ഗേറ്റ് എന്തോ ഉണ്ട്. ഇതിലൊരു ഗേറ്റാണ് ഇത്. ഇത് വേറൊരു ഏരിയ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ കോവളം ജംഗ്ഷൻ വഴി വരാം. പിന്നെ തിരുവല്ലം ചിത്രാഞ്ജലിയുടെ മുന്നിൽ കൂടെ വണ്ടിത്തടം കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് കയറി വരുമ്പോഴത്തേക്കും അതാണ് ലൊക്കേഷൻ. അത് പിന്നെ ആ നാട്ടിൽ എവിടെ ചോദിച്ചാലും ഈ വീട് പറഞ്ഞു തരും. എപ്പോഴും ഷൂട്ടിങ്ങാണ്. സിനിമ ഈ ഇടയ്ക്ക് അടുത്ത കാലത്ത് ഏത് സിനിമയായിരുന്നു, ഏതൊക്കെയോ സിനിമ ചെയ്തു, ഞാൻ മറന്നുപോയി. ഇതിൻ്റെയൊക്കെ ഓരോ ഏരിയയും അല്ല കരിങ്കലിൻ്റെ ഇതാണ് കേട്ടോ. കണ്ട, ഇപ്പോൾ രാവിലെ വർക്ക് തുടങ്ങി. ഇന്ന് 2 വർക്കുണ്ട് കേട്ടോ. 2 സീരിയലുണ്ട്. 2 സീരിയൽ ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഒരെണ്ണം ഞാൻ വരുന്നത് ശ്യാമ എന്ന് പറഞ്ഞ സീരിയലിലാണ് ഞാൻ വന്നത്. ഇതെല്ലാം സിമൻറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതല്ല, കരിങ്കല്ല് എല്ലാം അടുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കൂടുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, കാരണം എൻ്റെ ശബ്ദം എനിക്കറിയാം എങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നേരെ മെയിൻ ഗേറ്റിലേക്ക് വന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മളെ പ്രൊഡക്ഷനൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ട് പോവാം. അതുകൊണ്ട് കരിങ്കലിൻ്റെ പരിപാടി ഉണ്ടോ. നമ്മൾ നേരെ, ഇതാണ് വീട്. ഒരുപാട് മുറിയുണ്ട് കേട്ടോ. നമ്മുടെ വീടിനകം ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് അതിനകത്തുണ്ട്. നമ്മളെ കവിയുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറ് അകത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നായികമാരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. നമ്മൾ പിന്നെ അവിടെ പോയി വീഡിയോ എടുത്ത് അവർക്കൊരു ഡിസ്റ്റർബ് ആവും. നമ്മളിപ്പം പ്രൊഡക്ഷൻ നമ്മളെപ്പോഴൊന്ന് വർക്ക് വന്നാലും ഈ ഏരിയയിൽ ഈ മെയിനായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് സൗകര്യം. ഇവിടെ എവിടെയെങ്കിലും മാറിയിരിക്കും. ഇതാണ് ഫ്രണ്ട് വ്യൂ ആണിത്. ഈ പഞ്ചായത്ത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോജക മണ്ഡലം വന്നിട്ട് കോവളം പഞ്ചായത്ത്. കല്ലൂര ഏത് പഞ്ചായത്താണെന്ന് അറിയില്ല. അപ്പോൾ അതിനു മുമ്പ് ഇതിനോട് ചേർന്നൊരു സ്ഥലമുണ്ട് കേട്ടോ.
അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയിരുന്നത് ആർട്ടിസ്റ്റിനെ. അതാണ്ട് ഒരു കരിങ്കൽ. ഇവരെ തന്നെയാണ് ഇവിടെ പാർക്കിംഗ് ആണിപ്പം. അതിനോട് ചേർന്നൊരു പോർഷനാണ്. നല്ല രസമാണ്. എൻ്റെ ഈ ഫോണൊന്നും വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ. അത് ഉള്ള ക്ലിയറിലാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് സ്ഥിരം വന്നിട്ട് ഇവിടെയാണ് വന്നിട്ട് ഈ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെയൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പം നാരങ്ങ വെള്ളം കൊണ്ടുവന്നു. മതി, നാരങ്ങ വെള്ളം കുടിക്കാം. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു പട്ടി വന്നു. അതാണ് ഞാൻ ഇങ്ങനെ ട്രബിളായിപ്പോയത്. ഇവിടെ പാർക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പടങ്ങൾ വരുമ്പോൾ മൊത്തം വണ്ടിയാണ്. വേറൊരു വണ്ടി വന്നു. ഇങ്ങോട്ട് വഴിയില്ല. അവിടെ കുറേ വീടാണുള്ളത്. ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട്. ഇതാണ് മെയിൻ റോഡ്. ഈ റോഡിൽ നിന്നാണ് ഞാൻ ഈ മെയിൻ റോഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇടത്തോട്ട്, അതായത് കോവളം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ മെയിൻ റോഡിൽ നിന്നാണ്ട് ഈ ബോർഡ് കാണാൻ പറ്റും, കബനി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. കബനി നേരെ വന്ന് ഇതാണ് വഴി. നേരത്തെ എടുത്തപ്പോഴേ ഈ ഒരു ഏരിയ വിട്ടുപോയി. അതുകൊണ്ടാണ് എടുക്കുന്നത്. ഒന്നും ആയില്ല. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഇത്രയും നിർത്തിയത്. ഇനിയുണ്ട്. അപ്പം ഞാൻ കരുതിയതേ രണ്ടാമതൊരു വീഡിയോ ചെയ്ത് നല്ല കിളി പോലെ സംസാരിക്കുന്ന ആടുത്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ആണോ, ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ളത്. ഇത് മനസ്സിലായില്ലേ, ഞാനാണേ. ഞാൻ തന്നെ മാറി നിന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞതാണ്. ശരി.